സിദ്ദിഖ് ഇങ്ങനെയുള്ള നെഗറ്റീവും കാര്യങ്ങളും വരുമ്പോ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? പോസിറ്റീവായിട്ട് അത് ഞങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. അതാണ് കൂടുതൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇത് എപ്പോഴും കാണുകയൊന്നും ചെയ്യില്ല. ആരെങ്കിലും ഒക്കെ അയച്ചു തരുമ്പോഴൊക്കെയാണ് ഇത് കാണുന്നത്. ടെൻഷൻ ആവാറുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടങ്ങിയ സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരുപാട് കമന്റുകളൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ മോഹൻലാലിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ മോഹൻലാലും കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ മോഹൻലാൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആളുകളെ എൻ്റർടൈൻ ചെയ്യലാണ്, ആളുകളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കലാകാരന്മാരുടെ ജോലി. അതിന് ചിലപ്പോൾ ഞങ്ങൾ കരയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ തലകുത്തി മറിയും, ഇടികൊള്ളും, ഇടിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആളുകളെ രസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ നമ്മളെ ചീത്ത പറഞ്ഞും അവർ എൻ്റർടൈൻ ചെയ്യല്ലേ, അപ്പോൾ ആയിക്കോട്ടെ, അവർക്ക് അതും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മളെ ചീത്ത പറഞ്ഞു അങ്ങനെ എടുത്താൽ മതി. അതിനല്ലാതെ അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല, അവർ നമ്മളെ ചീത്ത പറഞ്ഞും എൻജോയ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, അത് അങ്ങനെ അങ്ങ് വിട്ടേക്കാന്ന്. അത് എൻ്റെ മനസ്സിൽ അന്ന് അങ്ങനെ കയറിയിട്ട് എനിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. അതങ്ങനെ വരും, അതങ്ങനെ പറയും. ചിലർ നല്ലത് പറയും, ചിലർ ചീത്ത പറയും. ഒരുപാട് നല്ലത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കാറുമില്ല. അത് പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. അത് അർഹിക്കുന്ന ഒരു പ്രാധാന്യം മാത്രമേ കൊടുക്കാറുള്ളൂ. ദിലീപേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കാരണം കുറെ കുടുംബം കഴിയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. സീരിയസ്ലി.